നമസ്കാരം. F&S ഫാർമ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗവൺമെൻറ് അനലിസ്റ്റ് ഗ്രേഡ് 3 ഡേറ്റഡ് 2011 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പാർട്ട് 5 20 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Question number 41 തുടങ്ങിയാണ് ഈ പാർട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. Question number 41. Orphan drugs are option A, drugs for which the phase 3 clinical trials are not over. B, drugs not develop into a usable medicine because the developer will not recover the cost. Option C, unstable drugs that can be developed into suitable dosage forms. Option D, marketed widely in third world countries. ഏതാണ് ഇതിൽ കറക്റ്റ് ആൻസർ? ഓർഫൻ ഡ്രഗ്സ് ഏതാണ്? ശരിക്കും ഡ്രഗ്സ് ദാറ്റ് ആർ നോട്ട് ഡെവലപ്ഡ് ബൈ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. എന്ത് കാരണം? ഫോർ എക്കണോമിക് റീസൺസ് ബട്ട് വിച്ച് റെസ്പോൺസ് ടു പബ്ലിക് ഹെൽത്ത് നീഡ്. അതിനെയാണ് നമ്മൾ ഓർഫൻ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്തെടുക്കില്ല, കാരണം എക്കണോമിക് ആയിട്ട് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട്. പക്ഷേ പബ്ലിക് ഹെൽത്ത് നീഡിന് റെസ്പോണ്ട് ചെയ്യുന്ന ഡ്രഗ്സ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഓർഫൻ ഡ്രഗ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? Option B, drugs not develop into a usable medicine because the developer will not recover the cost. Economic reason കാരണം pharmaceutical industry develop ചെയ്യാത്ത drugs. Correct answer option B. Next, question number 42. Time to reach plateau concentration is dependent on option A, therapeutic index, B, dose size, C, Cmax of the drug, D, half-life of the drug. സ്റ്റഡി കോൺസെൻട്രേഷൻ, പ്ലാറ്റ്യൂ കോൺസെൻട്രേഷൻ എത്താനായിട്ട് ആ ടൈം എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടൈം ടു റീച്ച് സ്റ്റഡി സ്റ്റേറ്റ് ഓൾവേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹാഫ് ലൈഫ് ഓഫ് ദ ഡ്രഗ്. ഓപ്ഷൻ ഡി, ഹാഫ് ലൈഫ് ഓഫ് ദ ഡ്രഗ് ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 43. ദ ഡ്രഗ് ഹാവിംഗ് ദ ലാർജസ്റ്റ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എമോങ് ദ ഫോളോയിങ്. തന്നിരിക്കുന്ന ഡ്രഗ്സിൽ ഏറ്റവും കൂടുതൽ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് എന്തിനാണ്? ഓപ്ഷൻ എ ഹെപ്പാരിൻ, ബി ആസ്പിരിൻ, സി ഫ്രൂസിമൈഡ്, ഡി ക്ലോറോക്വിൻ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി, ക്ലോറോക്വിൻ ആണ് കറക്റ്റ് ആൻസർ. ഹെപ്പാറിൻ്റെ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 0.05 to 0.1 ആണ്. ആസ്പിരിൻ ആണെങ്കിൽ 0.1 to 0.2 ലിറ്റർ പെർ കെ ജി. ഫ്രൂസിമൈഡ് ആണെങ്കിൽ 0.18 ലിറ്റർ പെർ കെ ജി. ക്ലോറോക്വിൻ ഏകദേശം 200 ആണ് വാല്യൂ എന്ന് പറയുന്നത്. സോ ക്ലോറോക്വിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 44. Allopurinol inhibits the enzyme. Option A, carbonic anhydrase, B, xanthine oxidase, C, angiotensin converting enzyme, D, cyclooxygenase. ഏത് എൻസൈമിനെയാണ്? ഓപ്ഷൻ ബി, സാന്തിൻ ഓക്സിഡേസ് ആണ് കറക്റ്റ് ആൻസർ. അലോപ്യൂറിനോൾ എന്ന് പറയുന്ന ഒരു പ്യൂരിൻ അനലോഗ് ആണ്, സ്ട്രക്ചറൽ ഐസോമർ ഓഫ് ഹൈപ്പോസാന്തിൻ ആൻഡ് ഇറ്റ് ഇൻഹിബിറ്റ് സാന്തിൻ ഓക്സിഡേസ് എൻസൈം. ക്വസ്റ്റ്യൻ നമ്പർ 45. Pyridoxine is given to patients on INS therapy to option A, complement the tuberculostatic action, B, suppress the neurological disorder caused by decreasing level of pyridoxine, C, promote its oral bioavailability, and D, all the above. എന്തുകൊണ്ടാണ് പിരിഡോക്സിൻ ഐസോനിയാസിഡ് തെറാപ്പിയിലുള്ള പേഷ്യൻസിന് കൊടുക്കുന്നത്? നമുക്കറിയാം, പെരിഫറൽ ന്യൂറോപ്പതി, ഐസോനിയാസിഡ് ഇൻഡ്യൂസ്ഡ് പെരിഫറൽ ന്യൂറൈറ്റിസ് അല്ലെങ്കിൽ ന്യൂറോപ്പതി പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ പിരിഡോക്സിൻ കൊടുക്കുന്നത്. ഐസോനിയാസിഡ് എപ്പോഴും പിരിഡോക്സിൻ്റെ എക്സ്ക്രീഷൻ കൂട്ടിയിട്ട് ഡെഫിഷ്യൻസി ഓഫ് പിരിഡോക്സിൻ ഉണ്ടാവും, വിച്ച് ക്യാൻ ലീഡ്സ് ടു പെരിഫറൽ ന്യൂറോപ്പതി. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ, ആ പെരിഫറൽ ന്യൂറോപ്പതി പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? പിരിഡോക്സിൻ കൊടുക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 48. Sodium valproate causes phenytoin toxicity if given together because option A, sodium valproate displaces phenytoin from its binding site, B, sodium valproate inhibits metabolism of phenytoin, C, both A and B, D, sodium valproate reduces active secretion of phenytoin. സോഡിയം വാൽപ്രേറ്റ് ഫെനിറ്റോയിൻ ടോക്സിസിറ്റി ഉണ്ടാക്കും. രണ്ടും കൂടി ഒരുമിച്ച് കൊടുത്താൽ ഫെനിറ്റോയിൻ ടോക്സിസിറ്റി ഉണ്ടാക്കും. അതിന് കാരണം എന്താണ്? ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആൻഡ് ബി ആണ്. ഒന്ന്, സോഡിയം വാൽപ്രേറ്റ് ഫെനിറ്റോയിന് ബൈൻഡിങ് സൈറ്റിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യും, അതുപോലെ തന്നെ അതിൻ്റെ മെറ്റബോളിസം ഇൻഹിബിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടോക്സിസിറ്റിക്ക് കാരണമാകും. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Question number 47. Which among the following is not used as an antidote in lead poisoning? തന്നിരിക്കുന്നതിൽ ലെഡ് പോയിസണിങ്ങിൽ ആൻറ്റിഡോട്ടായിട്ട് യൂസ് ചെയ്യാത്ത ഇത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, സോഡിയം കാൽഷ്യം ഇറിറ്റേറ്റ്, ബി, ഡൈമർ കാപ്രോൾ, സി, ഫ്ലുമാസെനൽ, ഡി, സക്സിമർ. ഏതാണ് കറക്റ്റ് ആൻസർ?
ഓപ്ഷൻ സി ആണ് ഫ്ലുമാസിനിൽ. ഫ്ലുമാസിനിൽ നമുക്കറിയാം ഒരു ഗാബ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആണ്. ബെൻസോഡാസ്പിൻ പോയിസണിങ്ങിന് യൂസ് ചെയ്യുന്ന ആൻറ്റിഡോട്ടാണ് ഫ്ലുമാസിനിൽ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 48. വാൻകോമൈസിൻ ആക്ട് ബൈ ഓപ്ഷൻ എ ഇൻഹിബിറ്റിംഗ് സിന്തസിസ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൺ ഇൻ സെൽ വാൾ ഫോർമേഷൻ, ബി inhibiting of protein synthesis by binding to bacterial ribosomes, C inhibition of DNA gyrase, D formation of intermediate compounds toxic to DNA. കറക്റ്റ് ആൻസർ ഏതാണ്? ഇൻഹിബിറ്റിംഗ് സിന്തസിസ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കോൺ ഇൻ സെൽ വാൾ ഫോർമേഷൻ, ഓപ്ഷൻ എ ആണ്. അതായത് വാൻകോമൈസിൻ സെൽ വാൾ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യും ബൈ ട്രാൻസ്പെപ്റ്റിഡേഷൻ, അതായത് ട്രാൻസ്പെപ്റ്റിഡേഷൻ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട് ബൈ ബൈൻഡിങ് ടു ഡി അലാനിൻ റെസിഡ്യൂസ് ഓഫ് ബാക്ടീരിയ സെൽ വാളിൽ ബൈൻഡ് ചെയ്തിട്ട് ട്രാൻസ്പെപ്റ്റിഡേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത് വഴി സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് വാൻകോമൈസിൻ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 49. Which among the following is not true of rifampicin? Causes red coloration of urine, undergo enterohepatic recycling, C inhibits RNA synthesis, D is a derivative of nicotinamide. തന്നിരിക്കുന്ന ഓപ്ഷനിൽ റിഫാംബിസിന് ട്രൂ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം റെഡ് കളറേഷൻ ഓഫ് യൂറിൻ ഇസ് അസോസിയേറ്റഡ് വിത്ത് റിഫാംബിസിൻ, എൻഡറോഹെപ്പാറ്റിക് റീസൈക്ലിംഗ് ഉണ്ട്. മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുകയാണെങ്കിൽ ബാക്ടീരിയൽ DNA ഡിപ്പെൻഡൻറ്റ് RNA സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്ത് ബാക്ടീരിയൽ DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് വഴി DNA ഡിപ്പെൻഡൻറ്റ് RNA സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് മെക്കാനിസം ഓഫ് ആക്ഷൻ. കെമിക്കൽ സ്ട്രക്ചർ നമ്മൾ പറയുകയാണെങ്കിൽ polyketide belong to chemical class of compounds termed as benzamycins ആണ്, which containing naphthoquinone core which is spanned by aliphatic chain. Aliphatic chain is there. That is, it is a semi-synthetic derivative of rifampicin ആണ് rifampicin എന്ന് പറയുന്നത്. സോ ഇവിടെ ട്രൂ അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. ഇറ്റ്സ് എ ഡെറിവേറ്റീവ് ഓഫ് നിക്കോട്ടിനാമൈഡ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 50. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് യൂസ്ഡ് എസ് എ ഡയഗ്നോസ്റ്റിക് ഏജൻറ്റ് ഫോർ മൈസ്തീനിയ ഗ്രാവിസ്? ഓപ്ഷൻ എ ഐസോഫ്ലൂറോഫേറ്റ്, ബി എഡ്രോഫോണിയം ക്ലോറൈഡ്, സി നിയോസ്റ്റിക്മിൻ ഹൈഡ്രോക്ലോറൈഡ്, ഡി ഡോണിപ്പസിൽ ഹൈഡ്രോക്ലോറൈഡ്. നമുക്കറിയാം മൈസ്തീനിയ ഗ്രാവിസിൻ്റെ ഡയഗ്നോസ്റ്റിക് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? എഡ്രോഫോണിയം ക്ലോറൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ടെൻസിലൺ ടെസ്റ്റ് എന്നാണ് പറയുന്നത് എഡ്രോഫോണിയം ടെസ്റ്റിന്. It is used to distinguish between Myasthenia crisis from a cholinergic crisis. So option B ആണ് correct answer. Next question number 51. Which among the following is an autocoid antagonist? Option A angiotensin, B serotonin, C nitric acid, D citrusin. തന്നിരിക്കുന്നതിൽ ഓട്ടോകോയിഡ് ആൻറ്റഗോണിസ്റ്റ് ഏതാണ്? നമുക്കറിയാം മേജർ ഓട്ടോകോയിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം. ബയോളജിക്കൽ അമീൻസ് ഉണ്ട്, അതിൽ വരുന്നതാണ് ഹിസ്റ്റമിൻ, സെറട്ടോണിൻ. ഫോസ്ഫോലിപ്പിഡ് ഡിറൈവ്ഡ് ഉണ്ട്, അതിൽ വരുന്നതാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, ലൂക്കോട്രൈൻസ്, ത്രോംബോക്സിൻ ഒക്കെ. പോളിപെപ്റ്റൈഡ്സിൽ വരുന്നതാണ് ആൻജിയോടെൻസിൻ, കൈനിൻസ്, അതായത് ബ്രാഡികൈനിൻ, കാലിക്കൈഡിൻ ഒക്കെ. അപ്പോൾ ഓട്ടോകോയിഡ് ആൻറ്റഗോണിസ്റ്റിൽ വരുന്നതാണ് ആൻറ്റി ഹിസ്റ്റമിൻസും പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സും ഒക്കെ. സോ ഇവിടെ ഓപ്ഷനിൽ ഏതാണ് ആൻറ്റി ഹിസ്റ്റമിൻ? ഓപ്ഷൻ ഡി സിട്രസിൻ ആണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 52. വിച്ച് among the following is not a calcium channel blocker? ഓപ്ഷൻ എ വെറപാമിൽ, ബി ഡെൽറ്റിയാസം, സി അമിലോഡിപ്പിൻ, ഡി ഐസോസോർബൈഡ് മോണോനൈട്രേറ്റ്. ഓപ്ഷൻ എയും ബിയും സിയും കാൽഷ്യം ചാനൽ ബ്ലോക്കർ ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഐസോസോർബൈഡ് മോണോനൈട്രേറ്റ് ഒരു നൈട്രേറ്റ് ആണ് ദാറ്റ് ഡയലേറ്റ്സ് ദ ബ്ലഡ് വെസൽസ് ആൻഡ് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ആൻജൈന അറ്റാക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 53. ലിസ്റ്റ് ഔട്ട് ഫ്രം among the following which decreases the effect of theophylline. തന്നിരിക്കുന്നതിൽ തിയോഫിലിൻ്റെ ആക്ഷൻ കുറയ്ക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ സിഗരറ്റ് സ്മോക്കിംഗ്, ബി സിമിറ്റഡിൻ, സി വൈറൽ ഇൻഫെക്ഷൻ, ഡി എറിത്രോമൈസിൻ. ക്വസ്റ്റ്യൻ നമ്പർ 53യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. സിഗരറ്റ് സ്മോക്കിങ്ങിൽ, അതായത് ടൊബാക്കോ, മർജുവാന ഒക്കെ സ്മോക്കിങ്ങിൽ ഇറ്റ് അപ്പിയേഴ്സ് ടു ഇൻക്രീസ് ദ ക്ലിയറൻസ് ഓഫ് തിയോഫിലിൻ ബൈ ഇൻഡക്ഷൻ ഓഫ് മെറ്റബോളിക് പാത്വേസിനെ ഇൻഡ്യൂസ് ചെയ്തിട്ട് ക്ലിയറൻസ് ഓഫ് തിയോഫിലിൻ കൂട്ടാനായിട്ട് ഇടവരുത്തുന്നുണ്ട്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 54. വിച്ച് among the following is not true about dexamethasone? Option A is a glucocorticoid, B used as an anti-inflammatory and anti-allergic drug, C has high eco-solubility, D parenteral, oral and topical forms are available. ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ? ഡെക്സാമെത്തസോണിനെ സംബന്ധിച്ചിടത്തോളം ട്രൂ അല്ലാത്തത് ഏതാണ്? ഹാസ് ഹൈ എക്കോസൊല്യൂബിലിറ്റി ആണ്. ലോ എക്കോസൊല്യൂബിലിറ്റി ആണ് ഡെക്സാമെത്തസോണിനുള്ളത്. അതുകൊണ്ട് സോൾട്ടായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂബിലിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്.
Question number 55. Select the one of which a biological assay is not specified in IP. Option A, oral polio vaccine. B, heparin sodium. C, digitalis. D, diphtheria antitoxin. Question number 55 and answer option A ആണ്. Question number 56. Select the appetite suppressant drug. Option A, caffeine. B, sibutramine hydrochloride. C, dimethylurea. D, tanyl cypromine. തന്നിരിക്കുന്നതിൽ ഏതാണ് appetite suppressant drug? നമുക്കറിയാം സൈബ്യൂട്രാമിൻ ആണ്. സൈബ്യൂട്രാമിൻ്റെ പ്രത്യേകത appetite suppressant ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 57. സെലക്ട് ദ ലൂപ്പ് ഡയൂററ്റിക്. ഓപ്ഷൻ എ, എത്തക്രിനിക് ആസിഡ്. ബി, ക്ലോർതയസൈഡ്. സി, അസറ്റസോളമൈഡ് സോഡിയം. ഡി, ഓൾ ദ എബോവ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ലൂപ്പ് ഡയൂററ്റിക്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ബ്യൂമിറ്റാനൈഡ്, ഫ്യൂറോസമൈഡ്, എത്തക്രിനിക് ആസിഡ്, ടൊറിസമൈഡ് ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എന്തിൻ്റെ എക്സാമ്പിൾസ്? ലൂപ്പ് ഡയൂററ്റിക്കിൻ്റെ എക്സാമ്പിൾസ്. ക്വസ്റ്റ്യൻ നമ്പർ 58. സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഓക്സിറ്റോസിൻ. Option A, used for the induction and maintenance of labor. B, has weak antidiuretic hormone activity. C, obtained from anterior lobe of pituitary. D, induces contraction of myoepithelial cells and around the breast alveoli, increasing milk flow to infants. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓക്സിറ്റോക്സിൻ്റെ സംബന്ധിച്ചിടത്തോളം റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഓപ്ഷൻ സി ആണ്. ഓക്സിറ്റോസിനും വാസോപ്രസിനും റിലീസ് ചെയ്യുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നാണ്. So question number 58 and answer option C. Question number 59. Which among the following is not correct about vitamin C? Option A, essential for formation of intracellular collagen. B, deficiency causes scurvy. C, require bile acids in the intestine for absorption. D, facilitates absorption of dietary iron. ഇതിൽ ഓപ്ഷനിൽ എയും ബിയും ഡിയും കറക്റ്റാണ്. വൈറ്റമിൻ സിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രാസെല്ലുലാർ കൊളാജൻ്റെ ഫോർമേഷൻ ആവശ്യമാണ്. ഡെഫിഷ്യൻസി കാരണം സ്കർവി ഉണ്ടാവാം. അതുപോലെ തന്നെ ഡയറ്ററി അയണിൻ്റെ അബ്സോർപ്ഷൻ എൻഹാൻസ് ചെയ്യാനായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബൈൽ ഓർ ബൈൽ സോൾസ് ഇൻഡസ്റ്റൈനൽ അബ്സോർപ്ഷൻ ആവശ്യമില്ല. ശരിക്കും ബൈൽ ആൻഡ് ബൈൽ സോൾസ് ഇൻഡസ്റ്റൈനൽ അബ്സോർപ്ഷന് ഫോർ അബ്സോർപ്ഷൻ ആവശ്യമുള്ളത് ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസിനാണ്. അതായത് ADEKക്കാണ് ആവശ്യമുള്ളത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നോട്ട് കറക്റ്റ് അബൌട്ട് വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഓപ്ഷൻ സി. Next question number 60. Aluminum chlorohydrate is mainly used. Option A, as an antiperspirant. B, for the treatment of warts. C, rubefacient. D, as an intradermal vesicant. അലൂമിനിയം ക്ലോറോഹൈഡ്രേറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ആൻറ്റിപെർസ്പിറൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ആൻറ്റിപെർസ്പിറൻസ് എന്ന് പറയുന്നത് ഏജൻറ്റ്സ് ദറ്റ് മാസ്ക് ബോഡി ഓഡർ. ബാക്ടീരിയൽ, അതായത് നമ്മുടെ വിയർപ്പിൻ്റെ ബ്രേക്ക് ഡൗൺ, പെർസ്പിറേഷൻ അല്ലെങ്കിൽ വിയർപ്പിൻ്റെ ബ്രേക്ക് ഡൗൺ കാരണം ഉണ്ടാകുന്ന ബാഡ് അല്ലെങ്കിൽ ഫൗൾ സ്മെല്ല് അതിനെ മാസ്ക് ചെയ്യുന്ന ഏജൻസിനെയാണ് നമ്മൾ ആൻറ്റിപെർസ്പിറൻസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇതോടുകൂടി പാർട്ട് 5 ഡിസ്കഷൻ അവസാനിക്കുകയാണ്. തുടർന്നുള്ള പാർട്സിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഉപകാരപ്രദമായി തോന്നിയാൽ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.